അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമുത് തിലാവ അൽ കിതാബത്ത് എന്ന ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. വിട്ടത് എഴുതാം. അപ്പോൾ താഴെ 5ഓളം വസ്തുക്കളുടെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ ഒരു ചെറിയ അക്ഷരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഒരു വാതിലാണ് അല്ലേ? അപ്പോൾ ഈ വാതിലിന് അറബിയിൽ പറയുന്ന പേര് എന്താണ്? ബാബുൻ അല്ലേ? അപ്പോൾ അവിടെ ബുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഴുതാനുള്ളത് ബാ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബാബുൻ എന്ന് എഴുതി കൊടുക്കുക. അപ്പം അത് മാത്രം എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ബാ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ബാബുൻ എന്നാകും. പിന്നെ രണ്ടാമത്തത് ഒരു ഗ്ലാസിൻ്റെ ഫോട്ടോ ആണ് അല്ലേ? അപ്പം അതിനെന്താണ് പറയുക? കൂബുൻ. അപ്പോൾ അവിടെ കൂ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ബുൻ എന്നുള്ള അക്ഷരം അവിടെ ഉണ്ട്. അപ്പം കൂബുൻ എന്ന് ആണ് അത് പൂർണ്ണമായിട്ട് എഴുതുമ്പോൾ വായിക്കുക. അപ്പോൾ നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത് കൂ എന്നുള്ളതാണ്. ഇനി അടുത്തത് ഒരു ചെടിയുടെ ഒരു ഫോട്ടോ ആണ്. അപ്പം അതിനെന്താണ് പറയുക? അവിടെ എഴുതാനുള്ളത് നബ്തുൻ എന്നുള്ളതാണ്. അവിടെ തുൻ എന്നുണ്ട്. നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് നബ്. അപ്പോൾ അത് നമ്മൾ എഴുതിയതും അവിടെ ഉള്ളതും കൂട്ടി വായിക്കുമ്പോൾ നബ്തുൻ എന്ന് വരും. ഇനി അടുത്തത് ഒരു പൂവിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ ഈ പൂവിനെന്താണ് പറയുക? വർധുൻ. അപ്പോൾ അവിടെ നമ്മൾ വർ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അത് കൂട്ടി എഴുതുമ്പോൾ വർധുൻ എന്ന് വരും. ഇനി അടുത്തത് ഒരു ബക്കറ്റിൻ്റെ ഫോട്ടോ ആണ്. ബക്കറ്റിന് നമ്മൾ അറബിയിൽ പഠിച്ചത് എന്താണ്? ദൽവുൻ. അപ്പോൾ അവിടെ ദൽ എന്നുള്ളതാണ് എഴുതാനുള്ളത്. വുൻ എന്നവിടെയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മൾ എഴുതിയതും അവിടെ ഉള്ളതും ഒരുമിച്ച് വായിക്കുമ്പോൾ ദൽവുൻ എന്ന് വരും. അപ്പോൾ അത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ്. ഓരോന്നിനും 4 വീതം മാർക്കാണ് ലഭിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തത് ബോർഡിൽ നോക്കി എഴുതാം. അപ്പോൾ അവിടെ സിത്തുറുൻ, ഹദമുൻ, അബദുൻ, സമക്കുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു കള്ളിയിൽ സിത്തുറുൻ എന്ന് എഴുതുക. രണ്ടാമത്തെ കള്ളിയിൽ ഹദമുൻ, മൂന്നാമത്തെ കള്ളിയിൽ അബദുൻ, 4ാമത്തെ കള്ളിയിൽ സമക്കുൻ എന്നെഴുതുക. അപ്പോൾ ഓരോന്നിനും 6 വീതം മാർക്കാണ്. ഒന്നെഴുതിയാൽ 6 മാർക്ക്. ഇനി മൂന്നാമത്തെ ഭാഗം കളർ നൽകാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹ, മീം, ബാ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹഇനും മീമിനും ബാഇനും ഒക്കെ കളർ നൽകുക. അപ്പോൾ ഓരോന്നിനും 1 മാർക്കാണ്. ഇനി ഹർക്കത്തുകൾ നൽകാം. അപ്പോൾ ഈ ബൈത്തുൻ എന്നാണ് അവിടെ കൊടുത്തത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഹർക്കത്തുകൾ ബാഇന് ഫത്ഹ്, യാഇന് സുക്കൂന്, പിന്നെ താഇന് തൻവീൻ ലമ്മ് അങ്ങനെ നൽകുക. 3 മാർക്കാണ് ലഭിക്കുക. അല്ലാഹു തആല നല്ല മാർക്കോടുകൂടെ വിജയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.